അതെ, പോസ്റ്റർ ഒട്ടിപ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റിന്റെ വീട്ടിലെ മതിലിൽ തന്നെ തുടങ്ങണം കേട്ടാ. എന്തിനാണെന്നറിയാം, എത്ര നാൾ കൊണ്ട് ഇവിടെ ഈ ശല്യം ഉണ്ടായിട്ട് അയാൾ അനങ്ങുന്നുണ്ടോ? പിന്നെ എന്തിനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ അതിന് നമ്മൾ ഇറങ്ങണം. എന്നാ പിന്നെ ഇത് ഒഴിഞ്ഞു വന്നാൽ നമ്മൾ പ്രസിഡന്റ് ആയ. ഞാൻ മുമ്പ് സാറിന് പറഞ്ഞതല്ലേ ഉണ്ടാവാം. സംഭവം ശരി. ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യണം. നീ അവിടെ പോയി നിന്നിട്ട് ആരെങ്കിലും വരണം നോക്കണം. ആരെങ്കിലും വരണമെങ്കിൽ ഒരു സിഗ്നൽ തരണം. എന്തോ സിഗ്നൽ തരും? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് അടിച്ചാൽ എല്ലാവരും കേൾക്കൂലേ? ഒരു കാര്യം ചെയ്താ ഇത് പറ്റുമോ? അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, അത് പറ്റുമോ? അത് മതി. ഉറക്കെ ആവരുത്. വെച്ചിട്ട് പൂച്ച വന്ന് കൂടും. തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കുകയോ? എടാ, ഇത് ആരടാ ഇത് എഴുതിയത്? നീ തന്നെയാ? ഓ എൻ്റെ നടരാജ, നീ പലഹാരം ഉണ്ടാക്കാന്ന് എഴുതാത്ത നന്നായി. നീ ഇങ്ങനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവും കേട്ടോ, ഉറപ്പായിട്ടും ആവും. ഓ ഒരെണ്ണം തൊന്നുണ്ടല്ലോ. അതെ, നമ്മുടെ ആ ഇവനുണ്ടല്ലോ, ആ സുനീഷിനോട് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ച് അവിടെ നിന്ന് എല്ലാം ഒരു പേനയായിട്ട് ഇറങ്ങി കറക്റ്റായിട്ടൊന്ന് തിരുത്താൻ പറ കേട്ടാ. ഇഷ്ടം. അമ്മാവാ എപ്പോ? തെരുവ് പെട്ടിയോ? അയ്യോ, ഏത് ആശുപത്രിയിലാ? ഞാൻ വരുന്നു ഇപ്പം എത്തി. അമ്മ അവിടെ നിന്ന് ഞാൻ വരുന്നു. അതെ, എൻ്റെ അളിയൻ പട്ടി അടിച്ചു. അല്ല, എൻ്റെ അളിയൻ കനകനെ പട്ടി അടിച്ചെന്ന്. ഞാനൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരട്ടെ. നിങ്ങൾ ബാക്കി ഒട്ടിക്ക് കേട്ടാ. അങ്ങോട്ട് ഒട്ടിക്കടാ. ₹46 ഞാൻ 50 തന്നെ കൊടുക്കാറ്. കണക്ക് നോക്കണം. കൊടുത്ത് ശീലിപ്പിക്കരുത് കേട്ടോ. പട്ടി കടിച്ചവനെ വേദനിക്കുന്നില്ല. നല്ല വേദനയായിരിക്കും. എടാ, എത്ര പല്ലുതാന്ന് പല്ലെന്ന് പറഞ്ഞാലേ ഇത് പിന്നെ മറ്റൊരു പൊക്കം പറഞ്ഞൊരു പട്ടിയുണ്ടല്ലോ, എന്താ പേര്? നമ്മുടെ ആ ഭാസ്കരൻ നായരുടെ വീട്ടിലെ കുട്ടികൾ വളർത്തുന്ന പട്ടിയാണേ. എന്താ ഡേഷോ ഡോഷോ അത്രേ ഉള്ളൂ ഏകരം. ആ പട്ടിയെ കടിച്ചത്. പട്ടി അവൻ്റെ അടുത്ത് വാലാട്ടിക്കൊണ്ടേ ഇങ്ങനെ ചിരിച്ചോണ്ട് ചെന്ന് യവൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ ചവിട്ടതിന്. പിന്നെ അത് കടിക്കാതെ വല്ല കാര്യം ഉണ്ടാളിയാ. മനുഷ്യന്റെ അടുത്തേ ചിരിക്കൂല, പട്ടിയുടെ അടുത്ത് വെറുതെ ഒന്ന് ചിരിച്ചൂടെ? സ്നേഹിച്ച് വളർത്തുന്ന പട്ടിയാണ്. നീ എന്തിനാ അതിന്റെ കീഴിലോട്ട് കയറി ചെന്നത്? നോക്കുന്ന അമ്മാവ് ഡോക്ടർ എന്താ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല, 3 ദിവസം ഇഞ്ചക്ഷൻ അടിക്കണം. ഇപ്പൊ ഇന്ന് കഴിഞ്ഞു, ഇനി നാളെ മറ്റന്നാളും കൂടി കൊണ്ടുപോകണം. പിന്നെ ആ ഗുളികയില്ലേ അത് കൊടുക്കുക, ആ ഓയിൽമെന്റ് പുരട്ടുക, പിന്നെ മുറി നനയ്ക്കണ്ട. ഇല്ല, 3 ദിവസം കുളിക്കണ്ട. പിന്നെ ഈ ഗുളിക കൊടുക്കണം 3 നേരം. ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് ദിവസം നോക്കണം. അത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് വളർത്തുന്ന പട്ടിയാ. അതിന് അത് പ്രശ്നമൊന്നുള്ളതല്ല. അതെപ്പോഴും എന്റെ വീട്ടിലാ വന്ന് ഇങ്ങനെ കിടക്കും. അത് വന്ന നേരം എന്നെ വന്ന് കണ്ടാ പോരെ. ആ പട്ടീനെ വെറുതെ കാലുകൊണ്ട് തട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? പട്ടിയെ കൂട്ടിലിട്ട് വളർത്തിക്കൂടെ അവർക്ക്? അതിപ്പോ ഞങ്ങളുടെ വീട്ടിലും അവിടെയൊക്കെ ഒരുമിച്ചല്ലേ. ഈ അമ്മാവിന്റെ വീട്ടിൽ എന്തിനാ ഇപ്പൊ പട്ടിയുടെ ആവശ്യം? എന്താ അണക്കതിന്റെ ഇതറിയാഞ്ഞിട്ടാണ്. ഞാൻ ഇല്ലാത്ത നേരത്തിനല്ല വളപ്പിലേക്ക് ഒരു ഒറ്റ എണ്ണത്തിന് കടത്തില്ല. ഭയങ്കര മിടിക്കുക. ഇപ്പൊ കണ്ടല്ലോ മിടുക്ക്. ഒന്നാമത് ഈ ആള് നേരില്ലാത്ത സമയത്ത് അങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഇതിപ്പോ യവന്റെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട്. പട്ടിക്ക് അത് കണ്ടിട്ട് അവനെ കടിച്ചാണ്. നീ ഇപ്പൊ എന്താവശ്യത്തിന് വീട്ടിലേക്ക് വന്നു? എന്താ അമ്മാവനെ കാണണം നമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നതല്ലേ, പിന്നെ വിവരമില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്നാണ്ട് ഇറങ്ങിയതാണ്. അത് വിളിച്ചു പറഞ്ഞ പോലെ ഞാൻ വരില്ലേ? അല്ല, വരാൻ വെച്ച് വഴിയെ തങ്ങില്ല. അതിപ്പോ ഇങ്ങനെ യോഗം അല്ല. ആ പട്ടിയെ വിഷം കൊടുത്ത് കൊന്നേക്കണം. എന്തിന്? കണ്ടില്ലേ കടിച്ചത്? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഈ പറഞ്ഞ പോലെ ആയിട്ട് ചെയ്താൽ മതി. ഞങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട. വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞു വന്നാ മതി. ഇതിപ്പോ ഒന്ന് പട്ടി കടിച്ചെന്ന് പറഞ്ഞ ആരും അങ്ങോട്ട് പോകാതിരിക്കാനൊക്കെ ഒന്നും പറയണ്ട. വരാനുള്ളത് വഴി.
എന്തിനാ? ഇങ്ങനെ ഒച്ച ഓ നല്ല വേദന ആ കാണും. പട്ടി കടിച്ച അതിന്റെ മുറി പുറത്ത് ഇത് നല്ലതാന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആർക്കും ഒന്നും തോന്നരുത്. അളിയൻ്റെ ഈ ലക്ഷണവും ചേഷ്ടയും ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാണിച്ച ആശുപത്രി അത്ര സുഖമല്ല, നമുക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റിൽ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. നീ എന്ത് വെട്ടിത്തരടാ പറഞ്ഞ്? നീ ഒരു രാഷ്ട്രീയക്കാരൻ്റെ എടാ പട്ടി കടിച്ചു കഴിഞ്ഞാലേ ഗവൺമെന്റ് ആശുപത്രിയിലാണ് കാണിക്കണ്ടേ. ഇതിപ്പോ 3000 ഉറുപ്പ്യയിലെ തീർന്നു. ഇത് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി 30,000 ഉറുപ്പ്യ ഉണ്ടാവും. രാഷ്ട്രീയക്കാരൻ വന്നേ രൂപ നോക്കിയാൽ ഒക്കത്തില്ല. അവിടെ ഒക്കത്തില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ കൊണ്ടുപോയേ പറ്റൂ. അതെ ഇത് ക്യാൻസറും ഷുഗറും ഇത് പട്ടി കടിച്ചതാ. എവിടെ ചെന്നാലും ഒരു ചികിത്സയുള്ളൂ അതിനെ. പട്ടി കടിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. പഴുക്കുന്ന പിന്നെ അവന് ഷുഗർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷുഗർ ഉണ്ട്. നീ അകത്ത് പോയിട്ട് കിടക്കാൻ നോക്കി. അമ്മാവ് ഇതെന്താ അമ്മാവ് ഇങ്ങനെ ഒരു ഒച്ച? വേദനിച്ചിട്ടല്ലേ? കുറച്ച് വേദന കാണും മക്കളെ, സഹിക്കുക. നാളെ ആ പിന്നെ നാരങ്ങ വെള്ളമൊന്നും കൊടുക്കണ്ട, പിന്നെ നാരങ്ങ അച്ചാർ കൊടുക്കണ്ട, ഉണക്കമീൻ കൊടുക്കണ്ട, ഉപ്പൊക്കെ കുറച്ച് കുറയ്ക്കുക. പിന്നെ വെള്ളത്തിന്റെ അടുത്ത് കൂടെ തീന്റെ അടുത്ത് കൂടെ ഒന്നും വേണ്ട. ഒരു 10-15 ജ്യൂസ് അങ്ങനെ ഇരിക്കട്ടെ. ഒരു പേടിക്കാനൊന്നും ഇല്ല. ഒരാഴ്ച കഴിയുമ്പോ അറിയാം. എന്തായാലും 14 ദിവസം എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയാ. അപ്പൊ അതുകൊണ്ട് അതുവരെ സൂക്ഷിക്കുക. അതിനിടയ്ക്ക് പട്ടിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഭാഗ്യം. അല്ല പട്ടി ചാവാണ്ട് നോക്കാം. അത് പിന്നെ വീട്ടിലാണല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. നല്ല വിഷമുള്ള ഇനവാ. ഏത് അല്ലേ ഇവനെ പട്ടിക്ക് വില പറ്റാതെ നോക്കിയാൽ മതി. ഇവിടെ നീ ഇത് ഏത് കാര്യത്തിന് ഞാൻ തോറ്റിട്ടുണ്ട്? വെറുതെ ഉള്ള കാര്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. വെള്ളം വല്ലതും വേണോ? വാ, എന്നാ കിടക്കാം കുറച്ചു നേരം. എന്താ അവിടെ എന്തെങ്കിലും കഴിക്കണ്ട? എന്താ അമ്മാവ എന്ത് ചോദിച്ചാലും ഊന്ന്. നീ വേറെ കുട്ടികളെ പേടിപ്പിക്കണ്ടേ? ചേച്ചേ മീൻകറിയാണാ? ആ എന്നാ പിന്നെ അവനെ കൊടുക്കണ്ടാട്ടാ. ഒരു 10-12 ദിവസം മീനൊന്നും തിന്നണ്ട, അത് ഞാൻ കഴിച്ചോളാം. ഏട്ടാ, പിന്നെ കഴിക്കാലോ. കുറച്ച് കഞ്ഞി ഉപ്പിട്ടിട്ടേ അത് മതി, അത് കൊടുത്താൽ മതി. മീനൊന്നും ഒരു കുഴപ്പമില്ല. അത് 14 ദിവസം കഴിയട്ടെ, അവിടെ നടക്കാണ്ട്. നീ വാ. എന്താ കോമളാ ഇത്? പഞ്ചായത്തിലോ? എത്ര വെച്ചുണ്ട് എമൗണ്ട് അറിയില്ലേ? അല്ല എന്നാലും ഈ തുക നല്ല ഉണ്ടല്ലേ? ആ ആ ഊവ് നന്നായി. അപ്പം നമ്മൾ ഈ സമരം ചെയ്യണതിൻ്റെയൊക്കെ ഗുണമുണ്ടാവണുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പോസ്റ്റർ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഒട്ടിക്കണം. അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമളിനെ കൊണ്ട് അല്ല നടരാജനെ കൊണ്ട് നീ എഴുതിക്കരുത് ദയവ് ചെയ്ത് കേട്ടോ. ആ ശരി ശരി, ഞാൻ ബാക്കി പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചോളാം. ഓ ശരി ശരി വെച്ചേരാ. എന്തോടി വരുന്ന ബിസ്ക്കറ്റൊക്കെ എന്ത് ചെയ്തു? തീർന്നാ? പിന്നെ തീരൂലേ? ബിസ്ക്കറ്റ് തീറ്റി വെച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അതെ നമ്മുടെ കോമളിനാ വിളിച്ചത്. പിന്നെ പഞ്ചായത്തിൽ ഈ തെരുവ് പെട്ടി കളിക്കുന്നവർക്ക് ധനസഹായം സർക്കാരിന്റെ വക അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാ കുന്തിനാ എടി? പട്ടി കടിക്കുന്ന ആളുകൾക്ക് ചികിത്സയ്ക്ക് അതിന് ഇതിനായിട്ട് എമൗണ്ട് അനുവദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വകയായിട്ട്. ശരി, അതുകൊണ്ടല്ലോ ഞാൻ ആലോചിക്കായിരുന്നു എന്ത് എടി ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ അവിടെ നോക്കി നീ ഉടനെ. പിന്നെ എൻ്റെ പൊന്നടിയനുണ്ടല്ലോ, അവൻ മനസ്സ് വെച്ചാൽ സർക്കാരിൻ്റെ ഒരു തുകയുടെ ഒരു വിഹിതം നമ്മുടെ കുടുംബത്തിലോട്ടും കിട്ടും. അതിനവൻ മനസ്സ് വെക്കണം. അവനെങ്ങനെ മനസ്സ് വെച്ചിട്ട്? അവനെ പട്ടി അടിച്ചില്ലേ? അവനെ പട്ടി അടിച്ചത് തെരുവ് പട്ടിയാ. ഈ തെരുവ് പട്ടി ആണേലും അല്ലെന്നുള്ള അല്ല വിഷയം. അത് പൈസ ഒപ്പിക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം. അത് നീ അവിടെ ചെന്നൊന്ന് അവതരിപ്പിക്കണം. അവൻ പോയി പറഞ്ഞ് അവൻ വിശ്വസിക്കൂല.